ഹായ് ഫ്രണ്ട്സ്, വ്യൂവേഴ്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കർ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങളധികം കേട്ടിട്ടില്ലാത്ത ഒരു വിഭവമാണ്. നമ്മുടെ കുടംപുളി എന്ന് പറയില്ലേ, കറുത്ത പുളി, മീനിനൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുളിയാണ്. കുടംപുളി കൊണ്ടൊരു ശർബത്ത് ഉണ്ടാക്കുകയാണ് എൻ്റെ ഉദ്ദേശം. അത് സാധാരണ നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം പ്രചാരമില്ലാത്ത ഒന്നാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. കാരണം ഇപ്പോൾ കാര്യം മഴ പെയ്തെങ്കിലും ഇത് മഴയങ്ങ് മാറിക്കഴിയുമ്പോൾ പിന്നെ നല്ല ചൂട് വരും. അപ്പോൾ നമുക്ക് ശർബത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ആരോഗ്യത്തിന് നല്ലതാണ്, കുടംപുളി ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോകാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് പറയാം. ഇത് കുടംപുളിയാണ്. കുടംപുളി ഉണങ്ങിയ കുടംപുളിയാണ്. ഇത് 1 കപ്പുണ്ട്. ഇത് 2 കപ്പ് പഞ്ചസാരയുണ്ട്. 1 ടീസ്പൂൺ റോസ്റ്റഡ് ജീരകപ്പൊടി, റോസ്റ്റ് ചെയ്തതാണ്. പിന്നെ 4, 5, 6 ഏലക്ക, നമ്മുടെ പച്ച ഏലക്കയുണ്ട്. ഇത് ബ്ലാക്ക് സോൾട്ടാണ്, കറുത്ത ഉപ്പെന്ന് പറയുന്നത്. ഇതൊരു 2 പിഞ്ച്, അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും വെക്കാത്തത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ പുളിയെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകി ഞാൻ അരിച്ചെടുക്കാം. പുളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കണം. എല്ലാം ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ പുളി നമ്മളൊന്ന് അരിഞ്ഞെടുത്തു. അത് നമ്മൾ ബ്ലെൻഡറിലോ മിക്സിയിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ പുളി അരിഞ്ഞത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക, അരയ്ക്കുക. നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂണും കൊണ്ട് നമ്മൾ അരിപ്പയിലൊന്ന് തട്ടിയിട്ട് ഇത് വെള്ളം എടുക്കുക. സ്റ്റൗ കത്തിച്ചു, ഒരു കടായി വെച്ചു. ഞാനിങ്ങനെ ഒരു സാധനം വെക്കുകയാണ്. കാരണം കാറ്റ് കൊണ്ട് ഫ്ലെയിം കുറച്ച് ചിതറിപ്പോകുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പിടിപ്പിച്ചത്. ഒരു 2 കപ്പ് വെള്ളം നമുക്കിതിൽ ചേർക്കാം. ഇത് പഞ്ചസാര ഉരുക്കിയെടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പുളി അരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിവിടെ മാറിയിരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് 2 കപ്പ് പഞ്ചസാരയുണ്ട്. ഒരു 1/2 നൂൽ പരുവം അല്ലെങ്കിൽ 1 നൂൽ പരുവം വരെ ആകുന്നത് വരെ നമുക്ക് സിറപ്പ് ഒന്ന് ഇത് ഇളക്കി തയ്യാറാക്കാം. നമ്മുടെ ഏലക്ക ഒന്ന് ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത്, അത് ഈ സമയത്ത് നൂൽപ്പരുവ് ആകാൻ പോവുകയാണ് നമ്മുടെ സിറപ്പ്. ഈ സമയത്തൊന്ന് ചേർത്ത് വിടാം. നമ്മുടെ പഞ്ചസാര സിറപ്പ് 1 നൂൽപ്പരുവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതാ 1 നൂൽപ്പരുവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സിമ്മറിട്ടു പുളിവെള്ളം ഒഴിക്കണം. നമുക്കിതിൽ റോസ്റ്റഡ് ജീരകപ്പൊടി 1 ടീസ്പൂൺ ഉണ്ട്, അതൊന്ന് ചേർക്കണം. റോസ്റ്റ് ചെയ്തേ ചേർക്കാവൂ. ഇനി ഒരല്പം നമ്മൾ ബ്ലാക്ക് സോൾട്ട് ചേർക്കാനുണ്ട്. ഇത് അധികമൊന്നും വേണ്ട, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 2 നുള്ളെന്നാണ് പറയുന്നത്, 2 നുള്ള്. ഇത് അല്പം മഴ പെയ്ത കാരണം ഉരുകിപ്പോയതാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് നമ്മുടെ സ്ട്രോബെറി
സ്ട്രോബെറി ഐസ്ക്രീമാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഉപയോഗിച്ചിട്ട് ചെയ്യാതെ. പക്ഷേ ഞാൻ നോക്കിയിട്ട് സ്ട്രോബെറി എവിടെയും കിട്ടാനില്ല. ഇപ്പോൾ സീസണാണോ അല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കിട്ടുകയാണെന്ന് ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ 8 മണിക്കൂറൊക്കെ സമയം വേണം. 2 സെറ്റായിട്ട് ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ എന്നാലും നല്ല ഒരു ഐസ്ക്രീം ആയിരിക്കും. ഞാൻ അടുത്ത സ്ട്രോബെറി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് കാണിക്കുന്നതായിരിക്കും. നമ്മുടെ കുടംപുളിയുടെ പേര് ഹിന്ദിയിൽ കൊക്കും എന്നാണ്. KOKUM, കൊക്കും. കൊക്കം എന്നും പറയാം, കൊക്കും എന്നും പറയാം. ഇത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഗോവൻ തീരത്താണ് വളരെ കൂടുതലുള്ളത്. നോർത്ത് ഇന്ത്യയിലും ഉണ്ട് പുളി, പക്ഷേ ഗോവയിലാണ് ഇത് വളരെ കൂടുതലുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കൊക്കുമായിട്ട്. അത് അവർ മീനിനും ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലുള്ള മറ്റു പല ഐറ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുടംപുളി എന്ന് പറയുന്നത് മീനിൽ ഇടാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത് മീനിൽ ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുളി നേരിട്ട് മീൻ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറേയധികം പുളി ഇടേണ്ടി വരും, വേസ്റ്റേജ് ആകും. അതിന് പകരം പുളി വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കുക. നല്ല പുളിയാണ്. 2-3 തവണ തിളപ്പിച്ച് നമ്മൾ അതിൻ്റെ വെള്ളം ഊറ്റി വെക്കാൻ പറ്റും. ആ വെള്ളം കേടാകാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമുക്ക് എന്താ മീൻ കറി ഉണ്ടാക്കുമ്പോൾ അത് 1-2 സ്പൂൺ അതിൽ ചേർക്കാം. നമുക്ക് മീൻ ഇടുന്നതിന് മുമ്പ് തന്നെ മീനിൻ്റെ ചാറിൻ്റെ ഉപ്പും പുളി ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രം മീൻ ഇട്ടാൽ മതി. പിന്നെ മീൻ കറിയുടെ ടേസ്റ്റ് നോക്കണമെങ്കിൽ ഒരു നിർബന്ധമില്ല, കറക്റ്റായിരിക്കും. നമ്മുടെ ഷർബത്ത് ഞാൻ 1 നൂൽ പരിവായോ നോക്കി. 1 നൂൽ പരിവാകാൻ കുറച്ച് സമയം കൂടി ഇരിക്കേണ്ടി വരും. പക്ഷേ അത്ര ആവശ്യമില്ല. 1 നൂൽ പരിവും ആവണം നിർബന്ധമില്ല. കാരണം നമ്മളിത് കുപ്പിയിലാക്കി തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെച്ച് കഴിക്കാനാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇത് 1 ഗ്ലാസ് വെള്ളത്തിന് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ഒഴിച്ച് അതിൻ്റെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചിട്ട് വേറെ വെള്ളം ചേർത്തിട്ട് കഴിക്കാനാണ് നല്ലത്. അതേപടി കഴിക്കാനല്ല ഇത്. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. ഇത് കുടംപുളി കൊണ്ടുണ്ടാക്കിയതെന്ന് ആരും പറയില്ല. കാരണം അതിൻ്റെ ടേസ്റ്റ് തന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഈ ശർബത്ത് ഇപ്പോൾ തണുത്തിട്ടില്ല എങ്കിലും ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് 2 ടീസ്പൂണാണ്. അത് നമ്മുടെ ഇതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അനുസരിച്ച് നമ്മളത് മാറ്റണം. ഇനി വെള്ളം ചേർക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും വെള്ളത്തിന് 2 ടീസ്പൂൺ പോരാ, 1/2 ടീസ്പൂൺ കൂടെ വേണ്ടി വരും. ഇപ്പോൾ കറക്റ്റായിരിക്കും. എങ്ങനെയാണിത് കഴിക്കേണ്ടത്? അപ്പോൾ ഇത് സാധാരണ ശർബത്ത് കഴിക്കുന്ന പോലെ നിങ്ങൾക്കിത് കഴിക്കാം. ഇതാ ശർബത്താണ്. ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ശർബത്താവും. ഇത് ആരോഗ്യത്തിനും ചൂടിനും ഒക്കെ വളരെ നല്ലതാണ്. കുടംപുളിയുടെ ആയുർവേദ ഒരു മരുന്നിൻ്റെ പ്രോപ്പർട്ടി കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുകയാണ് നമുക്ക്. അപ്പോൾ ഏതായാലും ഇവിടെ ഈ സിറപ്പ് ഇത് സമ്പന്നമാവുകയാണ്. സിറപ്പ് ഇതിൻ്റെ കുക്കിംഗ് തീരുകയാണ്. അപ്പോൾ നമുക്കിത് റൗണ്ട് അപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതോടുകൂടി കാണിക്കാം. നമ്മുടെ കൊക്കും ഷർബത്ത് ഇവിടെ ആയിരിക്കുകയാണ്. നമ്മുടെ കുടംപുളി ഷർബത്ത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഗസ്റ്റുകൾക്ക് കൊടുക്കുക, നിങ്ങളും കുടിക്കുക. അപ്പോൾ നല്ല ആരോഗ്യദായകമായ ഒരു ഷർബത്തായിരിക്കും. വടക്കേ ഇന്ത്യക്കാർ നമ്മുടെ സിറപ്പിൻ്റെ ഷർബത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഷർബത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, ഇൻഗ്രീഡിയൻസ് എത്രയാണെന്ന്. പിന്നെ നിങ്ങളിത് ഷെയർ ചെയ്യുക, പരമാവധി നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതും വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോട് ഇവിടെ ചെല്ലുകയാണ്, വ്യൂവേഴ്സിനോട് ഇവിടെ ചെല്ലുന്നു.
ജയ് ഹിന്ദ്.